ഞാൻ ഇന്നൊരു പടം കണ്ടു. എന്തിന് എന്നൊന്നും ചോദിക്കരുത്. ചിലപ്പോഴൊക്കെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. അങ്ങനെ സഞ്ചരിച്ചാണ് ഞാൻ ഈ പടം കാണാനിടയായത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചു പേർക്ക് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയത് അറിയില്ലായിരിക്കാം. ഇനി വേറെ കുറച്ചു പേർക്ക് രജനീകാന്തിന്റെ ജയിലറിനോടൊപ്പം ക്ലാഷ് വെച്ച ഒരു അപര സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഒരുപക്ഷെ ഈ സിനിമ അറിയാമായിരിക്കും. ഇനി ഒരുപക്ഷെ മറ്റു ചിലർ എന്നെ പോലെ ഈ സിനിമ കണ്ട എലൈറ്റ് ക്ലബിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ കണ്ടവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. ഞാൻ നോക്കിയിട്ടും ആ ഒരു കാരണം തന്നെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒരാൾ പൈസ മുടക്കാൻ തയ്യാറാവുന്നതിൽ കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു എഴുത്തുകാരനോ സംവിധായകനോ ആണെങ്കിൽ ഒരു പുത്തൻ പണക്കാരൻ നിങ്ങളെടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് ചുരുങ്ങിയ ചെലവിൽ ഒരു സിനിമ ഉണ്ടാക്കി തരണം. ധ്യാൻ ശ്രീനിവാസനെ പോലെ അത്യാവശ്യം ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു ഫേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ലോ ബഡ്ജറ്റ് ആയിരിക്കണം എന്ന നിബന്ധനയോടെ ഒരാൾ നിങ്ങളെ സമീപിക്കുമ്പോൾ എന്തിന് ഇതുമാതിരി ഡെഡ് ബോഡി പോലെ ഒരു സിനിമ എടുത്തു വെക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മുജ്ജന്മ സുഹൃതം കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടി, ഒരു സിനിമ എഴുതാനോ സംവിധാനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായി അല്ലെങ്കിൽ എൻഗേജിംഗ് ആയി എടുത്തുകൂടായിരുന്നു. അപ്പോൾ ഇതേ ധ്യാൻ ശ്രീനിവാസനെ ഈ സിനിമയിൽ ഇപ്പൊ കാണിക്കുന്നത് ഒരു പഴയ കാലഘട്ടമാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാക്കി, വലിയ റാങ്കിലുള്ളതൊന്നും വേണ്ട ഒരു കോൺസ്റ്റബിൾ. ശേഷം ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്ന വേറെയും 4-5 പേരുണ്ട്. അവരെ തന്നെ ഒരു നാട്ടിലെ പലവിധ സാധാരണ ജോലികൾ ചെയ്യുന്ന 5 സാധാരണക്കാരായി കാണിച്ച്, അതായത് നാട്ടുകാർക്കൊന്നും സംശയം തോന്നാതെ അവരുടെ ഇടയിൽ ബ്ലെൻഡായി ജീവിക്കുന്ന 5 പേർ. അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ക്രൈം സിൻഡിക്കേറ്റ് നടത്തുന്നതായും ശേഷം യാതൊരു അധികാരവും പവറും ഇല്ലാത്ത ഈ ഒരു കോൺസ്റ്റബിൾ ആ ഒരു കാര്യം തിരിച്ചറിയുന്നതും അയാൾ ഇത് തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും എന്നാൽ ഈ 5 പേരെ കുറിച്ച് അന്വേഷിച്ച് ഇവരൊന്നും ഒരു കുഴപ്പക്കാരല്ല എന്ന് പറഞ്ഞ കോൺസ്റ്റബിളിന്റെ വാദം തള്ളുകയും ശേഷം ഇയാൾ എങ്ങനെ ഈ 5 പേരെ പബ്ലിക്കിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു കഥ. ഇങ്ങനൊന്ന് ചെയ്തുകൂടായിരുന്നു? ഇതൊരു സാമ്പിൾ കഥ പറഞ്ഞതാണ്. കാര്യങ്ങളുടെ ഡെപ്ത് കൂട്ടാനും കുറക്കാനും ആ 5 പേർ ഒരുമിച്ച് ചെയ്യുന്ന ഇല്ലീഗൽ പരിപാടി എന്ത് എന്നതിലൂടെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അവയവ മാഫിയ, അല്ലെങ്കിൽ കള്ളപ്പണം, അങ്ങനെ വില്ലന്മാരോട് നമുക്ക് ദേഷ്യം തോന്നിക്കാനും നായകൻ ഇത് സോൾവ് ചെയ്യേണ്ടതിന്റെ വെർത്ത് നമുക്ക് ഫീൽ ചെയ്യിക്കാനും വില്ലന്മാർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇരുന്നിരുപ്പിൽ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരമാണ് അവർ ഇങ്ങനെ ഒരു അക്രമം കാണിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ഓൺലൈനിൽ വായിച്ചപ്പോഴാണ് അറിയുന്നത് ഇതേതോ പഴയ ഹിന്ദി സിനിമയുടെ റീമേക്ക് കൂടിയാണെന്ന്. എനിവേസ്, അപ്പോൾ ഈ മഹാകാവ്യം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.